വിവേകം, ഭക്തി, ഈശ്വരനിൽ ആശ്രയം, ഇത് മൂന്നുമില്ലെങ്കിൽ കുടുംബജീവിതമല്ല, ആശ്രമജീവിതമല്ല, ബ്രഹ്മചര്യമല്ല, വാനപ്രസ്ഥ ജീവിതമല്ല, ഒന്നും തന്നെ വേണ്ടതുപോലെ പുഷ്കലമോ പൂർണ്ണമോ ആകാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? കബോധവും കബോധിയും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ചരിത്രമാണ് ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് അവധൂതനോട് യദുചക്രവർത്തി ചോദിച്ചു. അതിന് അവധൂതൻ പറഞ്ഞ മറുപടി അത് ശ്രീകൃഷ്ണൻ ഉദ്ധവന് വേണ്ടി ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് വേദവ്യാസ മഹർഷി എഴുതി വച്ചിരിക്കുകയാണ്. ആ എഴുതിയത് ശുകമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ പിന്നിൽ എത്രയെല്ലാം ചരിത്രവും സംഭവങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ആ ആലോചന മനസ്സിൽ വരുമ്പോഴേ ഈ കഥയുടെ പ്രസക്തി, അത് നമുക്ക് നൽകുന്ന മൂല്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കഥ കൊണ്ട് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് എന്താ? മഹർഷി ഏവം കുടുംബി അശാന്താത്മാ, ഈ കുടുംബത്തിലുള്ളവർ അശാന്താത്മാക്കളായിട്ടാണ് ജീവിക്കുന്നത്. ദ്വന്ദ്വാരാമ, എത്രത്തോളം കാലം അവരുടെ മനസ്സ് ഈ ദ്വന്ദ്വാരാമത്വം എന്നുള്ള നില വിട്ട് ഉയരാതെ ഇരിക്കുന്നുവോ അവർക്ക് വിഷമം തന്നെയാണ്. പുഷ്ണൻ സ്വകുടുംബം കൃപണ, നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും അവരവരുടെ കുടുംബത്തിനെ മാത്രം പോഷിപ്പിക്കുന്നത് കൃപണത്വമാണ്. കൃപണത്വമാണ്. കുടുംബം എന്ന് പറയുന്നത് ദേഹത്തിൻ്റെ ബന്ധമാണ്. ദേഹമാണോ നശിക്കുന്നത്? അപ്പം നശിക്കുന്ന ഒരു ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അത് അച്ഛനാവട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ഭർത്താവട്ടെ, ഒക്കെ നശ്വര വസ്തുക്കളാണ്. ആ നശ്വര വസ്തുക്കളിൽ അധിവസിക്കുന്നതായ ശാശ്വത ചൈതന്യം, അതാണ് ആത്മാ, പരമാത്മാ, പരമേശ്വരൻ, പരബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് എല്ലാറ്റിനും അധിഷ്ഠാനം. ആ അധിഷ്ഠാനത്തിനെ അങ്ങോട്ട് വിട്ടുകളഞ്ഞു എന്നൊരു തൊണ്ട് മാത്രം പിടിച്ചു എന്നുണ്ടെങ്കിൽ ആ ഗൃഹസ്ഥ ജീവിതം എങ്ങനെയാ ഒരു കഴുമ്പോ കാതലോ ഉള്ളതാവുക? അത് ശരിയല്ല. അങ്ങനെ പോകുന്നത് കൃപണത്വമാണ്. ആ കാർപ്പണ്യം അല്പമായിട്ടുള്ള ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ഭൂമാവിലെ സുഖമുള്ളൂ എന്ന് പറഞ്ഞു. അത് ഛാന്തോഗ്യോപനിഷത്തിലുള്ള ഒരു വിവരണ. ബൃഹദാരണ്യകോപനിഷത്തിൽ ഇതിനെ വളരെ വ്യക്തമായി പറയുന്നു. എന്താ? യാജ്ഞവൽക്യനും ഗാർഗിയുമായിട്ടുള്ള ഒരു സംവാദമാണിത്. യോ വാ ഏതദക്ഷരം അവിദിത്വ ഗാർഗി അസ്മാത് ലോകാത് പ്രൈതി സകൃപണ എന്നാണ് ബൃഹദാരണ്യ ഉപനിഷത്തിലുള്ള സൂക്തം മന്ത്രം. എന്താ അവിടെ പറയുന്നത്? ഗാർഗി ഏതത് അക്ഷരം അവിദിത്വ, ഏതത് എന്ന് പറഞ്ഞാൽ ഈ, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, ഇംപെറിഷബിൾ, നശിക്കാത്തതായ ഈ പരമ്പൊരുളിനെ അവിദിത്വ മനസ്സിലാക്കാതെ ഗാർഗി ഈ ലോകത്തിൽ നിന്ന് അസ്മാത് ലോകാത് യഹ പ്രൈതി, ആരാണോ ഈ ലോകത്തെ വിട്ടുപോകുന്നത്, മരിച്ചു പോകുന്നത്, സ കൃപണ, അദ്ദേഹമാണ് കൃപണൻ. ആ കൃപണ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ഉപനിഷത്തുകളെ കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പം നിങ്ങൾ എത്ര സമ്പന്നമായ ഗൃഹസ്ഥ ജീവിതം കെട്ടിപ്പടുത്തോളൂ, ഈ ആത്മചിന്തയോ ആത്മമനനമോ പരമേശ്വരനെ പറ്റിയിട്ടുള്ള ആലോചനയോ ആ പരമേശ്വരനോട് തോന്നുന്നതായ പരമഭക്തിയോ ഇല്ലാതെ ഒരു ദിവസം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കഴിച്ചു കൂട്ടിയാൽ നിങ്ങൾ കൃപണന്മാർ തന്നെ. നശ്വരത വലയം ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം. ഇത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് തൊലിയുരിച്ചു പറയുന്നു എന്ന് പറയണത്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. ഇത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കണം എനിക്ക്. അവസാനം ഈ പ്രബന്ധത്തിലുള്ള ശ്ലോകം പറയുകയാണ്. യഃ പ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവത് സക്തഃ തം ആരൂഢച്യുതം വിദുഹു. ഇതാണ് കൺക്ലൂഷൻ. എന്തിനാ ഈ കബോധത്തിൻ്റെ കഥ അല്ലെങ്കിൽ ചരിത്രം വിവരിച്ചത്? യഃ പ്രാപ്യമാനുഷം ലോകം, മാനുഷം ലോകം, മനുഷ്യലോകത്തെ പ്രാപിച്ചതിന് ശേഷം, മനുഷ്യലോകം കിട്ടിയതിന് ശേഷം, എങ്ങനത്തതായി മനുഷ്യലോകം? മുക്തിദ്വാരം അപാവൃതം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? മനുഷ്യൻ്റെ മുൻപിൽ മുക്തിക്കുള്ള കവാടം തുറന്നു കിടക്കുകയാണ്. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ മുക്തി സൗധത്തിലേക്ക് പ്രയാണം ചെയ്യാനുള്ള കവാടം തുറന്നു കിടക്കുന്നത്. മനുഷ്യേതര ജീവികൾക്കൊന്നിനുമില്ല മോക്ഷം. അവരൊക്കെ സുഖിക്കുന്നത് പുറം വസ്തുക്കളിലാണ്. മനുഷ്യൻ മാത്രം ആന്തരമായിരിക്കുന്ന മനസ്സിലും ബുദ്ധിയിലും അവയ്ക്ക് അധിഷ്ഠാനമായിരിക്കുന്ന പരമാത്മാവിലും ഉണർന്നുകൊണ്ട് ഉണർവിലൂടെ അനുഭവത്തിലൂടെ സുഖിക്കാൻ സാധിക്കും. ആ അന്തഃസുഖം എന്ന് പറയുന്നത് നമുക്കേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നശ്വര സുഖങ്ങളാണ്. അപ്പം മുക്തിക്കുള്ള ദ്വാരമാണ്, കവാടമാണ് ഈ മനുഷ്യജന്മം. അത് കിട്ടിയതിന് ശേഷവും ഗൃഹേഷു ഖഗവത് സക്തഃ,
അവരവരുടെ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഗൃഹസ്ഥന്മാരെ ആശ്രയിച്ചാണ് ലോകത്തിലെ എല്ലാ ആശ്രമങ്ങളും നിൽക്കുന്നത്. ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരമപുണ്യപ്രദമാണ്, അതിൻ്റെ വില മാക്സിമമാണ്. എല്ലാ ജലാശയങ്ങളും എങ്ങനെയാണോ സമുദ്രത്തെ ആശ്രയിച്ചിരിക്കുന്നത്, അതുപോലെ സർവ്വ ആശ്രമങ്ങളും ഈ ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ ഗൃഹസ്ഥന്മാർ അവരവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യണം. ഈ സത്സംഗം എന്ന് പറയുന്നത് പോഷിപ്പിക്കേണ്ടത് അവരാണ്, തേടേണ്ടത് അവരാണ്, അതിനുള്ള വ്യവസ്ഥ ചെയ്യേണ്ടത് അവരാണ്. നമുക്ക് ക്ഷേത്രങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്. ജ്ഞാനയജ്ഞങ്ങൾ എത്രയുണ്ടോ അത്രയും നിങ്ങൾ നടത്താൻ നോക്കണം. ശ്രീമദ് ഭാഗവതം മാത്രമല്ല, ഭഗവത്ഗീതയുണ്ട്, ഉപനിഷത്തുകളുണ്ട്. എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നടത്താനുള്ള ആ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നിങ്ങൾ ചെയ്യണം. അത് ചെയ്യാതെ ഞാൻ ധർമാർത്ഥകാമം മാത്രമേ ചിന്തിക്കുള്ളൂ, മോക്ഷത്തിനെ പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഹിരണ്യകശിപു ആ കൂട്ടക്കാരായി. ഹിരണ്യകശിപു പ്രത്യേകം പറഞ്ഞു, ധർമ്മവും മോക്ഷവും പഠിപ്പിക്കരുത്, അർത്ഥകാമങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന്. നിങ്ങളും അതുപോലെയുള്ളതിൽ പെടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളൂ ഗൃഹസ്ഥന്മാരെ. നിങ്ങളിൽ വലിയ ഒരു ചുമതലയാണ് പ്രകൃതിയും ജഗതീശ്വരനും ശ്രീമദ് ഭാഗവതവും അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ സംപ്രേഷണത്തെയും നിങ്ങൾ അങ്ങനെ വേണം കാണാൻ. ഞാൻ ഈ സംപ്രേഷണം നടത്താൻ പുറപ്പെട്ടപ്പോൾ അത് ഇത്രയൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആദ്യമേ പറഞ്ഞു ഏകാദശം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഏകാദശത്തേക്ക് പോകരുത് സ്വാമിജി, ഭാഗവതത്തിൻ്റെ ഒരു മുഖവരയൊക്കെ പറയണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. എന്നിട്ട് നമ്മൾ ഏകാദശത്തിലേക്ക് കടന്നപ്പോൾ 200 ചില്ലാനും എപ്പിസോഡായിക്കഴിഞ്ഞു. ഇനിയും നമുക്കൊരു 750 അതിലേറെ എപ്പിസോഡ് കൊണ്ടു നടത്തണം. ഇതൊന്നും എളുപ്പമല്ലല്ലോ. അപ്പം ജ്ഞാനയജ്ഞങ്ങൾ ക്ഷേത്രമായ ക്ഷേത്രങ്ങളിൽ മുഴുവനും നടത്തണം. ശ്രീമദ് ഭാഗവതം, രാമായണം മുതലായിട്ടുള്ള മഹാഗ്രന്ഥങ്ങളെ പറ്റി വായിച്ച് മനസ്സിലാക്കണം. അപ്പം മാത്രമേ നിങ്ങളുടെ ഗൃഹസ്ഥ ജന്മം, നിങ്ങളുടെ ഗൃഹം അലങ്കൃതമാവുള്ളൂ. അതിനൊരു ഭൂഷണമാവണമെങ്കിൽ നിങ്ങളുടെ ഗൃഹം ആദ്യം പറഞ്ഞ മാതിരി വൈകുണ്ഠമാവണം. അതിനവിടെയുള്ള സ്ത്രീകൾ ലക്ഷ്മിമാരും മഹാലക്ഷ്മിമാരും പുരുഷന്മാരും നാരായണന്മാരുമാവണം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാമോദ്ദീപനത്തിനുള്ളതാണ് ഗൃഹസ്ഥ ജീവിതമെന്ന്. കാര്യം സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുണ്ട്, ലൈംഗികമായ ഒരു ജീവിതമുണ്ട്, അതിന് സാധ്യതയുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിനാണോ നാം 24 മണിക്കൂറും ജീവിക്കുന്നത്? ഒരു പുരുഷൻ, ഒരു സ്ത്രീ ഒരു പുരുഷനെ അഭിലഷിക്കുന്നുണ്ടെങ്കിൽ എങ്ങനത്തെ പുരുഷനെ അഭിലഷിക്കേണ്ടത്? നല്ല പോലെ ആലോചിച്ച് നോക്കൂ. എപ്പോൾ നോക്കിയാലും എൻ്റെ മുഖം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പുരുഷനാണോ ഒരു സ്ത്രീക്ക് വേണ്ടത്? അല്ല. നല്ല വാക്ക് പറയണം, സ്നേഹമായിട്ടിരിക്കണം, സല്ലപിക്കണം, ഒക്കെ സമ്മതിച്ചു. നല്ല ശുഷ്കാന്തിയോടുകൂടി ശേമുഷിയോടുകൂടി അധ്വാനിക്കുന്ന ഒരു ഭർത്താവണം. തൻ്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചെടുക്കണം പണം. അതുകൊണ്ട് വേണം ആഗ്രഹങ്ങൾ നിർവഹിക്കാൻ. ഗൗരവത്തോടുകൂടി അഭിമാനത്തോടുകൂടി പെരുമാറണം. എപ്പോൾ നോക്കിയാലും സ്ത്രീലമ്പടനായിട്ടിരിക്കുന്ന ഒരു ഭർത്താവിനെ ലോകത്തിൽ ഒരാൾക്കും പിടിക്കില്ല. പിടിക്കരുത്. അതുമാതിരി ഒരു ഭാര്യ എങ്ങനത്തവളാവണം? എപ്പോൾ നോക്കിയാലും ഭർത്താവിൽ നിന്ന് അഭിനന്ദനം കേൾക്കുന്ന ഭാര്യയാണോ വേണ്ടത്? അല്ല. ഭർത്താവ് ഭർത്താവിൻ്റെ യോഗ്യതയിൽ വാഴണം, ഭാര്യ ഭാര്യയുടെ യോഗ്യതയിൽ വാഴണം. ആ യോഗ്യത എന്ന് പറയുന്നത് എന്താ? ഒക്കെ ലൈംഗികം എന്ന് പറഞ്ഞങ്ങോട്ട് തള്ളാൻ പറ്റുമോ? പറ്റില്ല. ഭക്ഷണത്തിൽ, പാർപ്പിടത്തിൽ, വേഷഭൂഷണങ്ങളിൽ എല്ലാറ്റിലും നമ്മളൊരു ഡീസൻസി കൊണ്ട് നടത്താനുണ്ട്, ഒരു എലിഗൻസ് ഉണ്ട് നമുക്ക്. കുറേ സ്വർണം അത് കിട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമായില്ല, വീട് മാത്രം കൊണ്ടും ആയില്ല. നമ്മുടെ സമ്പന്നത മുഴുവൻ മനസ്സിലും ബുദ്ധിയിലുമാണ് നിൽക്കുന്നത്. ആ മനസ്സിനും ബുദ്ധിക്കും പോഷകം വേണമെങ്കിൽ ഈ മാതിരിയുള്ള പഠനം കൊണ്ടും ഗ്രഹണം കൊണ്ടേ കിട്ടുള്ളൂ. ആ അനാലിസിസ് അവസാനിപ്പിക്കുന്നത് നോക്കൂ. യഃ പ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരം അപാവൃതം. മോക്ഷം, ആന്തരമായിരിക്കുന്ന നിത്യനിരന്തര സുഖം, അതിനാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം. എന്നെ ഈ ലോകത്തിൽ ജനിച്ചതിന് ശേഷം ഞാൻ വളരെയധികം മംഗളകരമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് അധപ്പതനം സംഭവിച്ചിട്ടില്ല, എനിക്ക് ഉദ്ഗമനമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വീഴുന്നില്ല, ഉയരുകയാണ് ചെയ്യുന്നത്. ആ മോക്ഷദ്വാരം അപാവൃതം ഗൃഹേഷു ഭഗവത് സക്തഃ. അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ, എങ്ങനെയുള്ള ഗൃഹം? മോക്ഷത്തിൻ്റെ കവാടമായിരിക്കുന്ന ഗൃഹത്തിൽ ആരാണോ ഈ കബോധത്തെ പോലെ സക്തഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കബോധത്തിനെ പോലെ സക്തഃ, സംഘത്തിന് വിധേയമായി. ഭാര്യ പോയി, മക്കളും പോയി, ഭാര്യ പോയി, മക്കളും പോയി. അങ്ങനെ മക്കളും പോയതിന് ശേഷം താനും അതിൻ്റെ കൂടെ ചേർന്നു. അപ്പം എന്തുണ്ടായി? 4 ആളും പോയി. ഇങ്ങനെ എല്ലാ ഗൃഹസ്ഥന്മാരും ഇങ്ങനെ പോകാൻ തീരുമാനിച്ചാലോ? ഇതാണോ നിങ്ങളുടെ ആദർശം? നിങ്ങളെല്ലാവരും കൂടി ഒരു മീറ്റിംഗ്, ഒരു കോൺഫറൻസ് കൂടണം.
എന്നിട്ട് ഈ കബോധ കഥയിലുള്ള സന്ദേശം നമുക്ക് അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കണം, മറുപടിയിൽ എത്തിച്ചേരണം. ശാസ്ത്രം ഒന്നിലോ നല്ലത് പറയുന്നു, അല്ലെങ്കിൽ കൊള്ളരുതാത്തതാണ്. ഐ വാണ്ട് യു ടു ഐദർ അക്സെപ്റ്റ് ദിസ് ഹോൾസംലി ഓർ റിജക്ട് ദ ഹോൾ ശ്രീമദ് ഭാഗവതം ഫോർ എവർ. പിള്ളേരുകളുമായി കണക്കാക്കരുത്. വളരെ ഗൗരവമുള്ള പ്രസ്താവനയാണ്. എൻ്റെ മനസ്സിനെ വളരെയധികം ബാധിച്ചിട്ടുള്ളതാണ്. ഞാൻ ഭാഗവതം പറയുമ്പോൾ ഈ കഥ പറയാമോ പാടില്ലയോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതാ അവരുടെ അനാലിസിസ്. മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവത് സക്ത. അവരവരുടെ വീടുകളിൽ ഈ കബോധത്തെ പോലെ, മാടാപ്രാവിനെ പോലെ ഒട്ടിപ്പിടിച്ചിരുന്ന് തം ആരൂഢച്യുതം വിദുഹു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അസസ്മെന്റ്. അത്യുത്കൃഷ്ടമായിരിക്കുന്ന മനുഷ്യജന്മം കിട്ടിയതിന് ശേഷം ആ ഉയർച്ചയെ പരിഗണിക്കാതെ ഠപ്പ് എന്ന് താഴത്ത് വീഴാണ്. അപ്പം നിങ്ങളുടെ മനുഷ്യജന്മം ഈ ഗൃഹത്തിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞുകൂടി കബോധത്തിന് മാതിരി കൂടെയുള്ളവരുടെ കൂടെ മരിക്കാനുള്ളതല്ല, അത് വിട്ടൊരു ദൃഷ്ടിയുണ്ട് അവിടെ, അത് വിട്ടൊരു വീക്ഷണമുണ്ട്, അത് വിട്ടൊരു ഉന്നമനമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഓതിത്തരുകയാണ് ഇവിടെ. തം ആരൂഢച്യുതം വിദുഹു. ആരൂഢച്യുതം, നല്ല ഉയർച്ച, വലിയ ഉയരത്തിൽ കയറി. വളരെ കഷ്ടപ്പാടാണ്. പെട്ടെന്ന് കിട്ടിയതാ മനുഷ്യജന്മം, കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതല്ല. ആ കിട്ടിയ മനുഷ്യജന്മത്തിന് പ്രസക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടും ഒരു മൂല്യപരിരക്ഷണവും അനുധാവനവും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് കളഞ്ഞു കുളിക്കുക, അത് പാടില്ല. യഃ പ്രാപ്യ മാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവത് സക്തഃ തമാരൂഢച്യുതം വിദുഹു. അപ്പം ഈ കബോധത്തെ പോലെയായി നിങ്ങൾ എന്നുണ്ടെങ്കിൽ വലിയ തകർച്ചയും വീഴ്ചയുമാണ്. ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇരിക്കണു ഗീതാമാധവൻ. അവർ പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിലൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്, പഴയ കാലത്ത് നടന്നതാ, പറയുന്നത് കേൾക്കുകയുണ്ടായി എന്ന്. എന്താണ് കഥ? കേട്ടോളൂ. ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു വാരരായിരുന്നു അദ്ദേഹം. അപ്പോൾ ഷിപ്പ് മുങ്ങിപ്പോകുമ്പോൾ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് പോവുകയാണ്. കുട്ടികൾ 3 ആളുണ്ട്. അപ്പോൾ ഷിപ്പ് മുങ്ങിയപ്പോൾ ഇദ്ദേഹം നീന്താൻ അറിയാം, കുട്ടികൾക്ക് നീന്താൻ അറിയില്ല. പുറത്ത് കിടന്നപ്പോൾ ഈ 3 കുട്ടികൾ എന്ത് ചെയ്തു? 3 കുട്ടികളും കൂടി അച്ഛനെ പൊത്തി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഈ ഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭക്ഷണത്തിനൊന്നും കുറവില്ല, ആരോഗ്യമൊക്കെ ഉണ്ടാവും. അദ്ദേഹം നല്ല ആരോഗ്യവാനായിരിക്കാം. കുറേ നേരം ഈ 3 കുട്ടികളെയും കൂട്ടിപ്പിടിച്ച് നീന്തിയിട്ട് നീന്താൻ പറ്റില്ല, കരയെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആദ്യം ഒരു കുട്ടിയെ തള്ളി അങ്ങോട്ട് മാറ്റിയത്രേ. എന്നിട്ട് 2 ആളെ വെച്ച് നീന്തി തുടങ്ങി. അപ്പോഴും കരയെടുക്കണില്ല, ക്ഷീണം അധികമായി. 2ാമത്തെ ഒരു കുട്ടിയെ തള്ളി മാറ്റി. അവസാനം കര പിന്നെയും കിട്ടുന്നില്ല. 3ാമത്തെ കുട്ടിയെയും തള്ളി മാറ്റി അദ്ദേഹം തന്നെ നീന്തി കരയ്ക്കണഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ പറയും ഇതിന് വല്ല ദൃഷ്ടാന്തം ഉണ്ടോ? അതാണ് ആശിഷ് ബോസിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീത എന്നോട് പറഞ്ഞതാണ് ഈ വർത്തമാനം. ഇതാണ് ഇതിൻ്റെ സംഭവം. ഗൃഹസ്ഥന്മാരായിരിക്കുന്ന നിങ്ങൾ വളരെ അധികം പരിചിന്തനം ചെയ്ത് ഇതിലുള്ള മൂല്യങ്ങളെ വേണ്ടതുപോലെ ഗ്രഹിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം. എനിക്ക് പറയാനുള്ളത്, ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നതൊക്കെ ഗ്രാഹ്യമായിട്ടുള്ള മൂല്യങ്ങളാണ്, നമുക്ക് പിന്തുടരാൻ പറ്റിയ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം ധന്യമാകും, സുശക്തമാകും, ബലിഷ്ഠമാകും, കാര്യക്ഷമമാകും. വ്യക്തിക്കും കുടുംബത്തിനും സമാജത്തിനും എല്ലാം തന്നെ ഭൂഷണമാണ് ഇതിലുള്ള മൂല്യങ്ങളെല്ലാം തന്നെ. ഇതിൻ്റെ സന്ദേശം ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചുല്ലോ. ഇതിന് അനുബന്ധമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിപ്പിക്കണമെന്നുണ്ട്. അതെന്താണെന്നുള്ളത് രസകരമായിട്ടൊരു പ്രസ്താവനയുണ്ട്. എന്താ അത്? നിങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരായി ജീവിച്ചോളൂ. ഇപ്പം ഞങ്ങളെ പോലെയുള്ളവർ ഗുരുക്കളാണെന്നുണ്ടെങ്കിൽ ഗുരു ശിഷ്യന്മാരായിട്ടിരിക്കും. ഞങ്ങളുടെ ഒരു കുടുംബം തന്നെയാണ്, അധ്യാത്മ കുടുംബം. പക്ഷേ ഈ ജീവിക്കുന്നതിൽ എവിടെയാണ് പിഴവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരവും മമതയും മാത്രമാണ് പിഴവ്. എൻ്റെ എന്ന് വിചാരിക്കുന്നതിന് പകരം എല്ലാം ഈശ്വരൻ്റെ എന്ന് വിചാരിച്ചാൽ ഒക്കെ ശരിയായി. ഈ തിരുത്തുണ്ടാവാൻ എന്താ നിങ്ങൾക്ക് വിഷമം? നിങ്ങൾ ആരെങ്കിലും പറയാൻ ഒരുക്കമുണ്ടോ ഈ ലോകം നിങ്ങളുടെ മുത്തശ്ശൻ്റെ ആണെന്ന്? പറയില്ലല്ലോ. ഈ ലോകം ഈശ്വരൻ്റെയാണ്. അപ്പോൾ ആ ലോകത്തിലുള്ളത് എല്ലാം ഈശ്വരൻ്റെയാണ്. അപ്പോൾ ആ ഈശ്വരൻ്റെ എന്നുള്ളൊരു വിചാരം വന്നാൽ എൻ്റെ എന്നുള്ള ആ മമതയൊക്കെ പോകുമല്ലോ. അത് മാത്രം തിരുത്തി ഇവിടെ ജീവിക്കുക വേണ്ടേ. എന്നാൽ സാധാരണ മനുഷ്യരുടെ നിലയെന്താ? കാന്തായി മേമേ തനയായി മേമേ ഗൃഹായി മേമേ പശവസ്ത്വി മേമേ ഏവം നരോ മേഷസമാനരൂപ മേമേ കൃത കാലവൃഗേണ നീത. ഞാൻ ഈ ശ്ലോകം ഒരു പക്ഷേ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടാവും.
പക്ഷേ ഇതൊക്കെ രണ്ടാമതും ആവർത്തിച്ചും കേൾക്കണം എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. എനിക്കത് വളരെ പ്രസക്തമായിട്ട് തോന്നുന്നു. കാന്തായി മേ മേ തനയായി മേ മേ. ഈ മേ മേ എന്നുള്ളത് സംസ്കൃത ശബ്ദമാണ്. മമ മേ ആവയോഹോ നൗ അസ്മാകം നഹ. ഷഷ്ടി വിഭക്തിയാണത്. അപ്പം എൻ്റെ എന്നുള്ളതിനാണ് മമ അല്ലെങ്കിൽ മേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാന്തായി മേ മേ, ഇതൊക്കെ എൻ്റെ ഭാര്യമാരാണ്. തനയായി മേ മേ, എൻ്റെ കുട്ടികളാണ് ഇവരൊക്കെ. ഗൃഹായി മേ മേ, ഈ വീടുകൾ ഒന്നല്ല ഒന്നിലധികമുണ്ട്. കുട്ടികൾക്കൊക്കെ കണക്കാക്കി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓരോ വീട് കെട്ടിയിട്ടുണ്ട്, അതും എൻ്റെയാണ്. പശവസ്ത്വി മേ മേ, അന്ന് കാലത്ത് സ്വത്തുക്കളൊക്കെ പശുക്കളാണ്. വലിയ വക്കോത്തുറും ഉണ്ടെങ്കിൽ അവൻ പണക്കാരനായി. അപ്പോൾ പശുക്കളുണ്ട്, അതും എൻ്റെയാണ്. ഏവം നരോ മേഷസമാനരൂപ. ഇങ്ങനെ മനുഷ്യൻ എപ്പോൾ നോക്കിയാലും മേ 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 എന്നുള്ള പാട്ട് പാടുക. ആരാ ഇത്ര അധികം മേ എന്ന് പറയുക? ആട് മേ മേ മേ, അതാണല്ലോ പറയുന്നത്. ആ മേ എന്നുള്ള ശബ്ദമാണ് ഇവിടെ പറയുന്നത്. ഏവം നരോ മേഷസമാനരൂപ. ആടിനെ പോലെ മേ മേ എന്ന് പറഞ്ഞുകൊണ്ട് മേ മേ കൃത മേ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാലവൃഗേണ നീത. ആടിങ്ങനെ ശബ്ദിച്ചാൽ ചെന്നായ്ക്ക് മനസ്സിലാവും അവിടെ ആടുണ്ടെന്ന്. ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പിടിക്കുമ്പോഴോ അപ്പോഴും മേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് മരിക്കാറുള്ളത്. അതേപോലെ കാലം എന്ന് പറയുന്ന ചെന്നായയുടെ വായിൽപ്പെട്ട് നാമും മേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മരിച്ചു പോവാണ്. വളരെ ഫലിതത്തോടു കൂടി പറഞ്ഞിരിക്കുക. കാന്തായി മേ മേ തനയായി മേ മേ ഗൃഹായി മേ മേ പശവസ്ത്വി മേ മേ ഏവം നരോ മേഷസമാനരൂപ മേ മേ കൃത കാലവൃകേണ നീത. ഒരു പക്ഷേ ഞാനിത് പ്രോസ് ഓർഡറിൽ പറഞ്ഞാൽ നിങ്ങൾക്കതിൽ രസം സ്വാരസ്യം ഉണ്ടാവില്ല. അപ്പം കാവ്യത്തിന് എപ്പോഴും ശോകം നീക്കി സന്തോഷം നൽകാനുള്ള ഒരു ശക്തിയുണ്ട്. അതാണ് ഈ ശ്ലോകത്തിനുള്ള വിശേഷം. ഒരു പക്ഷേ ഇത്ര ശ്ലോകം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ ഈ സംപ്രേഷണം നടത്താൻ ഇഷ്ടപ്പെടില്ല. ഈ കഥയൊക്കെ പറഞ്ഞു. എന്തിനാ ഈ കഥ പറയണത്? കൃഷ്ണൻ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്. എന്താ? മനുഷ്യ ജീവിതത്തെ അനലൈസ് ചെയ്ത് അപഗ്രഥിച്ച് എന്താണ് വേണ്ടതെന്ന് ഉപദേശിക്കുന്നു കൃഷ്ണൻ തന്നെ. ഹൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വദേഹിരിതം പുമാൻ ഭവാബ്ധിം നതരേത് സ ആത്മഹ. ഭാഗവതത്തിൻ്റെ മികവുറ്റ നിർണായകമായ ഒരു പ്രസ്താവന വിലയിരുത്തലാത്. നൃദേഹമാദ്യം സുലഭം സുദുർലഭം. നൃദേഹം, മനുഷ്യൻ്റെ ദേഹമുണ്ടല്ലോ, നരൻ്റെ ദേഹം. ആദ്യം സുലഭം സുദുർലഭം, ഇതാണ് ഏറ്റവും ദുർലഭമാണെങ്കിലും അത് സുലഭമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആർക്കൊക്കെ മനുഷ്യദേഹം ഉണ്ടല്ലോ അവർ കഷ്ടപ്പെട്ടിട്ടാണോ അച്ഛനമ്മമാർ പെറ്റു വളർത്തി, അതുകൊണ്ട് നമുക്ക് ദേഹം കിട്ടി. നമ്മളതിനു വേണ്ടി ഒരു ബുദ്ധിമുട്ടും കഴിച്ചിട്ടില്ല. കൊതുവായിട്ട് ജനിക്കുന്നതിന് പകരം മനുഷ്യനായിട്ട് ജനിച്ചു, അത് തന്നെ വലിയൊരു നേട്ടം. അപ്പോൾ വളരെ ദുർലഭമാണെങ്കിലും സുലഭമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ളതിന് എന്തു വേണമെന്നാണ് പറയുന്നത്? പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. എത്രയും വേഗം ഒരു സദ്ഗുരുവിനെ ചെന്നണയ്യ. ആ സദ്ഗുരുവിൻ്റെ അടുത്ത് പോയാലേ ഈ സംസാരം കടക്കാനുള്ള തോണിയിൽ കയറി പോകാൻ പറ്റുള്ളൂ. പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. ഈ മനുഷ്യദേഹം വാസ്തവത്തിൽ ഒരു തോണിയാണ്. ആ തോണി വളരെ കാര്യക്ഷമമായിട്ടുള്ള തോണിയാണ്. ആ തോണിയിൽ കയറി സഞ്ചരിക്കണമെങ്കിൽ ഗുരു വേണം കർണധാരനായിട്ട്. എല്ലാവർക്കും തോണി തുഴയാൻ അറിയില്ലല്ലോ, അതിനൊരു അമരക്കാരൻ ഉണ്ടാവും അവിടെ. അപ്പം അദ്ദേഹമാണ് കർണധാരൻ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയി ഈ മനുഷ്യത്തോണിയെ വേണ്ടതുപോലെ തുഴയിച്ച് കൊണ്ടുപോയി നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണം. അത് എത്താനായിട്ട് കാറ്റ് അനുകൂലമാവണം. ആ കാറ്റാരാവിടെ? മയാനുകൂലേന നഭസ്വദേരിതം. അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി അണഞ്ഞ് അദ്ദേഹം നൽകുന്ന ഉപദേശമോ ദീക്ഷയോ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത്ര ഉദ്ധാരണം ഉണ്ടാവണം, ഉന്നമനമുണ്ടാവണം, നശ്വരതയിൽ നിന്ന് എൻ്റെ മനസ്സ് ഉയരണം, ശാശ്വതത്വത്തിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് അതിനുള്ള ദീക്ഷയോ ഉപദേശമോ തേടി ചെന്നാൽ അദ്ദേഹം വേണ്ടതുപോലെ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തന്ന് പോകുന്ന സമയത്ത് ഒരു തോണിയുടെ ഗതിയെ അനുകൂലവും പ്രതികൂലവുമായി ബാധിക്കുന്നതാണ് കാറ്റ്. അപ്പം ആ കാറ്റ് ഞാൻ തന്നെ കാറ്റായി അനുകൂലിക്കും. മയാനുകൂലേന നഭസ്വദേരിതം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി അഭയം തേടി
ശാശ്വതമായിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശമോ ദീക്ഷയോ മേടിച്ച് സാധന ചെയ്ത് മുന്നേറുന്ന ഒരുവൻ ഒരിക്കലും കഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവിടെ കാറ്റായിട്ട് ഞാൻ വന്നു ചേരും. അങ്ങനെ മനുഷ്യജീവിതത്തെ ഒരു തോണിയാക്കി തീർക്കാത്തവനുണ്ടല്ലോ, പുമാൻ ഭവാബ്ധിം ന തരേത്, എന്നിട്ട് ഈ ഭവസമുദ്രത്തെ താണ്ടി കിടക്കാത്തവനുണ്ടല്ലോ, അവൻ സ ആത്മഹാ, അവൻ ആത്മാവിനെ കൊല്ലുക, തൻ കൊല ചെയ്യുന്നവനാണ്, ആത്മഹത്യ ചെയ്യുന്നവനാണ്. നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം ന തരേത് സ ആത്മഹാ ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹ ധീരഃ തൂർണം യതേതന പദേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാത്. ഈ കബോധത്തിൻ്റെ കഥ ഒരു കുടുംബകഥ ചരിത്രം പറഞ്ഞു. അതുപോലെയാണ് ഗൃഹസ്ഥന്മാർ അവരുടെ വലിയ മനുഷ്യജന്മത്തെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നശിപ്പിക്കാതെ ഇരിക്കാൻ എന്തു വേണം എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ്റെ ഭാഷയിൽ പറയാണ്, ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ, അനവധി സംഭവങ്ങൾക്ക് ശേഷം സുദുർലഭമായിരിക്കുന്ന ഈ മനുഷ്യജന്മം കിട്ടി. എങ്ങനത്തത്? മാനുഷ്യമർത്ഥതം അനിത്യമപി, മറ്റെല്ലാ ജന്മങ്ങളെപ്പോലെ അനിത്യമാണ്, നശിക്കുന്നതാണ്, നശ്വരമാണെന്നുണ്ടെങ്കിലും മനുഷ്യജന്മത്തിനുള്ള വിശേഷ നമ്മുടെ പരമപുരുഷാർത്ഥം നേടിയെടുക്കാൻ മനുഷ്യജന്മത്തിന് സാധിക്കുന്നു. നമ്മേക്കാൾ ജീവിക്കുന്ന ജന്തുക്കളുണ്ടാകാം, അവരൊക്കെ ജീവിച്ച് അതേമാതിരി മണ്ണടിഞ്ഞു പോവുക അല്ലെങ്കിൽ വെള്ളമടിഞ്ഞു പോകുന്നതല്ലാതെ മനുഷ്യജന്മത്തിനുള്ള വിശേഷം അർത്ഥതം എന്നൊരൊറ്റ വാക്ക നമ്മുടെ അർത്ഥം പ്രദാനം ചെയ്യുന്നതാണ്. എന്താ നമ്മുടെ അർത്ഥം? ശാശ്വതമായിരിക്കുന്ന ഉൾസുഖം നമുക്ക് കിട്ടുക, മോക്ഷം കിട്ടുക, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുക, പരിപൂർണമായിട്ട് സ്വാതന്ത്ര്യം, ഈ സുഖദുഃഖങ്ങളിൽ വശപ്പെടാതെ ഇരിക്കുന്ന ഒരു നില നമുക്ക് കൈവരിക. ഇതിനൊക്കെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ അർത്ഥം നേടിത്തരാൻ ഉതകുന്നതാണിത്, അനിത്യമാണെങ്കിൽ പോലും. അതുകൊണ്ട് അത് കിട്ടിയിട്ട് ധീരൻ എന്തു വേണം? തൂർണം യതേത, എത്രയും വേഗം പരിശ്രമിക്കണം. നപതേത് അനുമൃത്യു, ആ പരിശ്രമം വിട്ടാൽ പിന്നെ ബാക്കി വരുന്നത് എന്താ? അതിൻ്റെ ഓൾട്ടർനേറ്റ് എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദശയ്ക്ക് വിധേയമാവുക. അങ്ങനെ അനുമൃത്യു അതിന് വിധേയമാവാതെ നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാത്. എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്? നിശ്രേയസത്തിന് വേണ്ടി. നിശ്രേയസം, അഭ്യുദയം നിശ്രേയസം എന്ന് രണ്ടാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളോടും പറഞ്ഞു കാണും. അപ്പോൾ ഭൗതികമോ ദ്രവ്യാത്മകമോ മെറ്റീരിയലായിരിക്കുന്ന പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അല്ലാതെ ആന്തരമായിരിക്കുന്ന വെൽബീയിങ്, ആ ബിയാറ്റിറ്റ്യൂഡിന് വേണ്ടി, അന്തസ്സുഖത്തിന് വേണ്ടി എത്രയും വേഗം പരിശ്രമിക്കണം. എന്താ കാരണം? വിഷയഖലു സർവതസ്യാത്. ഈ ബാഹ്യസുഖം ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യജന്മം വേണ്ട, മറ്റുള്ള ജന്മങ്ങളിലാണ് അതിന് കൂടുതൽ സൗകര്യവും സാധ്യതയും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്കിനി ഒന്ന് പറയാനുള്ളത്. എന്താ? ഇന്നും നമ്മുടെ ഇടയിൽ വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആ വേദമന്ത്രങ്ങളിൽ രുദ്രം ചമകം എന്ന് പറയുന്ന 2 മന്ത്രങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. അതിലൊന്ന് രുദ്രസ്തുതിയാണ്. ഈ ചമകത്തിൽ എന്താ ആർക്കും അറിയില്ല. അത് കേൾക്കുമ്പോൾ ചമേ 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 മേ മേ എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. അത് കുറേ ഉണ്ട്, നീണ്ടുപോകും. ആ സാധനങ്ങളൊക്കെ അതും വേണം എനിക്ക്, അതും വേണം എനിക്ക്, അതും വേണം എനിക്ക്, ഇതും വേണം എനിക്ക് എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. ആർക്കും അതിൻ്റെ അർത്ഥം അത്ര അറിയില്ല. അതുകൊണ്ട് അത് ജപിക്കുമ്പോൾ ചമകം ചമകം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകും. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വിശേഷപ്പെട്ട ഭാഗവത സദസ്സാണല്ലോ ഞാൻ ഈ സംപ്രേഷണം ചെയ്യുന്നത്, കേൾക്കുന്നത്. അപ്പം നിങ്ങൾ മൂലം ഈ മെസ്സേജ് ഒന്ന് എല്ലാവരിലും എത്തണം എന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ പറയണത്? അഗ്നിശ്ചമേ ധർമ്മശ്ചമേ അർക്കശ്ചമേ സൂര്യശ്ചമേ പ്രാണശ്ചമേ അശ്വമേധശ്ചമേ പൃഥിവീചമേ അതിദിശ്ചമേ ദിദിശ്ചമേ ദ്യൗശ്ചമേ. ഇങ്ങനെ പോണു ആ മന്ത്രം. എനിക്ക് സ്വർഗം വേണം, പശുക്കൾ വേണം, ആന വേണം, കുതിര വേണം, എനിക്ക് ചൂട് വേണം, തണുപ്പ് വേണം, വേനൽ വേണം, വർഷം വേണം, ഭക്ഷണം വേണം. നാണാവില്ലേ ഇത്രയധികം പറയാൻ? ഇത് പറഞ്ഞിട്ട് മുഴുവനാവുമോ? ആയിരക്കണക്കിന് നൂറുകണക്കിന് സാധനങ്ങൾ വേണം വേണം. അതാത്ര ഇവരുടെ വലിയ മന്ത്രം. എന്ത് മന്ത്രാപ്പാ അത്? എൻ്റെ ഈശ്വര, എനിക്ക് വേണ്ടതൊക്കെ അങ്ങ് തരും, എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങ് മാത്രമേ വേണ്ടൂ എന്ന് ഒരു വാക്കിൽ പറഞ്ഞാൽ പോരെ? എന്തിനാ ഈ മന്ത്രങ്ങളൊക്കെ എഴുതിയിരിക്കണത്?
മനുഷ്യർ അർത്ഥകാമപ്രിയന്മാരാണ്. അപ്പോൾ അവർക്ക് പശു വേണം. പശു. ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തൊരു ഇത് ആരെങ്കിലും ചെയ്യോ? അത് മഹാനാരായണോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്, അത് ചൊല്ലിയാൽ എത്ര നന്നായി. ഇതിന് ചമകം എന്നാ പറയുക. അതും വേണം എനിക്ക്, ഇതും വേണം എനിക്ക്. ഇതെന്തത്? ഇത് പറയാത്തവർക്കൊന്നും ഇതുണ്ടാവില്ല എന്നർത്ഥമുണ്ടോ? ഇപ്പോൾ അഗ്നി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ്, ഭൂമി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ്, വർഷമുണ്ടെങ്കിൽ ഒരുപോലെയാണ്. ഈ വേദമന്ത്രങ്ങൾ ചൊല്ലിയവർക്ക് മാത്രമായിട്ടൊരു അനുഗ്രഹം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വരിക, അതുണ്ടാവുമോ? അപ്പോൾ എനിക്ക് തോന്നണത് ആദ്യകാലത്ത് മനുഷ്യൻ അർത്ഥപ്രിയനായിരുന്നു. ആ സമയത്ത് പലതും അവർ ഈശ്വരനോട് കണ്ടു ചോദിച്ചിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വിവേകം വന്നത്. എന്ത്? ഈ ഈശ്വരനോട് നാം പലതും ചോദിക്കുന്നത് അർത്ഥരഹിതമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിർത്തിയാൽ മതി, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സർവജ്ഞത്വത്തെയോ സർവശക്തിത്വത്തെയോ സർവവ്യാപകത്വത്തെയോ ചോദ്യം ചെയ്യേണ്ട, അത് സ്വീകരിക്കുക. ഇതാണ് ആവശ്യം. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? ഈ കബോധം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തോടു കൂടി പ്രസക്തമാക്കി പറഞ്ഞതാണ്. ഈ മമത നമ്മുടെ മനസ്സിൽ നിന്ന് പോട്ടെ. വേണം 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 വേണം. ഈ മൃഗങ്ങൾ വല്ലതും ചോദിച്ചിട്ടാണോ അവർക്ക് കിട്ടുന്നത്? പക്ഷികൾക്ക് വല്ലതും ചോദിച്ചിട്ടാണോ കിട്ടുന്നത്? ചോദിക്കാതെ അവർ നമ്മൾ ജീവിച്ചിടത്തോളം കാലം ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈശ്വരൻ എന്നൊന്നില്ലേ? ആ ഈശ്വരൻ കരുണാനിധിയല്ലേ? അദ്ദേഹത്തിന് എല്ലാം ചോദിക്കാതെ കൊടുക്കാൻ അറിയില്ലേ? ചോദിക്കുന്നവർക്ക് മാത്രമേ തരുള്ളൂ, ചോദിക്കാത്തവർക്ക് കൊടുക്കില്ല എന്നുള്ളൊരു ഈശ്വരനാണെങ്കിൽ അദ്ദേഹം ഇരട്ടത്താപ്പുകാരനാണ്. അങ്ങനെ ഒരു ഈശ്വരനില്ല. ഈശ്വരന് പക്ഷഭേദം ഒരിക്കലുമില്ല, പക്ഷപാതമില്ല, ഇല്ല ഇല്ല. 7-ാം സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ സ്കന്ധം തന്നെ പുറപ്പെടുന്നത്. ഭഗവാന്, ഈശ്വരന് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടോ? ആരെങ്കിലും പേടിയുണ്ടോ? പിന്നെ എന്തിനാ ദേവന്മാരെ അനുകൂലിച്ചു എന്ന് പറയുന്നത്? അസുരന്മാരെ നശിപ്പിച്ചു എന്ന് പറയണത് എന്തിനാ? അദ്ദേഹത്തിന് ദേവന്മാരിൽ നിന്ന് വല്ല ലാഭമുണ്ടോ? അസുരന്മാരിൽ നിന്ന് വല്ല നഷ്ടവുമേൽക്കാനുണ്ടോ? ഈ ലാഭനഷ്ടങ്ങളൊക്കെ മനുഷ്യൻ്റെ പാക്ഷികമായിരിക്കുന്ന ദൃഷ്ടിയല്ലേ എന്നൊക്കെയുള്ള ചോദ്യം കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം ശ്രീമദ് ഭാഗവതം നമ്മോട് പറയുന്നത് ആദിനാരായണൻ, പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി, അതൊന്നു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ആശ്രയിക്കൂ. എങ്ങനെ? ഹൃദയത്തിൽ നിർത്തിക്കൊണ്ട്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് നൈവേദ്യവും ഭഗവത് സേവയൊന്നും വേണ്ടല്ലോ, ഉള്ളിലല്ലേ ഇരിക്കണത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വേണ്ട പോഷകങ്ങൾ വേണമെങ്കിൽ കിട്ടിക്കോളും. പുറമേ ഒരു നൈവേദ്യമല്ല ഇവിടെ ആവശ്യം. ഇവിടെ ആവശ്യം ഭഗവാനെ ഉൾക്കവാടം തുറന്ന് ആ ഹൃദയകമലത്തിൽ ഇരുത്തുകയാണ് ആവശ്യം. ഇതാണ് ഹരിഭജനത്തിൻ്റെ മാർഗം. ഇതാണ് ഉത്തമമായ ഭക്തി. യദുചക്രവർത്തിയും അവധൂതനുമായിട്ടുള്ള സംവാദം തുടരുകയാണ്. 24 ഗുരുക്കന്മാരുണ്ട് എന്നാണല്ലോ അവധൂതൻ പറഞ്ഞത്. അതിലിപ്പോൾ നമ്മൾ 8 എണ്ണം പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മളല്ല, അവധൂതനും യദുചക്രവർത്തിയോട് 8 എണ്ണമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് നമ്മൾ ആവർത്തിക്കുകയാണല്ലോ. ഇപ്പോൾ അജഗരം എന്ന് പറഞ്ഞാൽ മലമ്പാമ്പ്. 9ാമത്തെ ഗുരുവായിട്ടാണ് അവധൂതൻ ഈ മലമ്പാമ്പിനെ അവതരിപ്പിക്കുന്നത്. വളരെ വിശേഷമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. വെറുതെ അങ്ങനെ മലമ്പാമ്പ് എന്ന് പറയല്ല. എല്ലാ സമയത്തും ശ്രീമദ് ഭാഗവതം എന്ത് ചർച്ച ചെയ്യുമ്പോഴും എന്തിനെക്കുറിച്ച് സംവദിക്കുമ്പോഴും അധ്യാത്മമായിട്ടോ ദാർശനികമോ യോഗസംബന്ധമായ തത്വങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ എഴുതാറുള്ളൂ. ഇപ്പോൾ ഇവിടെ പറയാണ്, കപോതോ അജഗര സിന്ധുഹു എന്നാണ് പറഞ്ഞത്. കപോത ദമ്പതികളുടെ കഥ പറഞ്ഞു. എല്ലാവരും കൂടി എങ്ങനെയാണ് മരിച്ചുപോയത്, ഒരാളും കൂടി ബാക്കി വരാതെ. അതുപോലെയാണ് ഗൃഹസ്ഥർക്കുണ്ടാകുന്ന ദുർഗതിയും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇനി അദ്ദേഹം അജഗരത്തിനെ പറ്റി പറയുകയാണ്. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യദ്യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധഃ. എനിക്കിത് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും മനസ്സിന് വലിയ ഒരു വിപ്ലവാത്മകമായിരിക്കുന്ന, എന്താ ഞാൻ പറയുക, ഒരു പ്രതികരണമാണ് മനസ്സിൽ തോന്നുന്നത്. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യദ്യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധഃ. വലിയ ഒരു പ്രസ്താവനയത്. പ്രേക്ഷകർ നിങ്ങളൊക്കെ ഇത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നുണ്ടോ? പലരും എന്നോട് എഴുതുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നു, സ്വാമിജിയുടെ അടുത്തൊരു വാക്ക് കേട്ടാൽ മതി, കണ്ണിന്ന് വെള്ളം വരുന്നു, വളരെ നന്നാവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും നമ്മളോട് സംസാരിക്കണില്ലല്ലോ. പക്ഷെ നിങ്ങളിത് എല്ലാവരും കേട്ട് ഗ്രഹിക്കുന്നുണ്ടോ? സുഖം ഐന്ദ്രിയകം രാജൻ, അല്ലേ രാജൻ, രാജാവേ, ഐന്ദ്രിയകം സുഖം. എന്താണത്? ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്നതും ഇന്ദ്രിയ സംബന്ധവുമായിട്ടുള്ള സുഖം. ആ സുഖേ നമുക്ക് സാധാരണയുള്ളൂ.
വെളിച്ചമാകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്നതോടുകൂടി ഒരു വ്യക്തി ലോകവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കവും സംസർഗവുമാണ് തുടങ്ങുന്നത്. അത് കണ്ണടച്ച് കിടന്നുറങ്ങുന്നത് വരെ ഈ ഐന്ദ്രിയ സംസർഗം നടന്നുകൊണ്ടിരിക്കും. അതിൽ പെട്ടതാണ് എന്ത് സുഖങ്ങളും. നല്ലൊരു കാഴ്ച കണ്ടു, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചു, അല്ല ദൂരദർശനിലോ അല്ലെങ്കിൽ TV ചാനലിലോ വല്ല ദൃശ്യങ്ങളും രംഗങ്ങളും കണ്ടു, വീട്ടിലുള്ളവരോട് സംസാരിച്ചു, സ്നേഹിതന്മാരുമായി കുശലപ്രശ്നം നടത്തി, തനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കുകയോ പാട്ട് കേൾക്കുകയോ അങ്ങനെയുള്ളത്, അങ്ങനെ ദൃശ്യമോ ശ്രവ്യമോ മറ്റു പ്രകാരത്തിൽ നല്ല ഒരു വസ്ത്രം ധരിച്ചു, പിന്നെ ഒരാൾ വസ്ത്രം ധരിച്ചത് കണ്ടു. ഇങ്ങനെ എല്ലാം തന്നെ ഇന്ദ്രിയങ്ങൾ നമുക്ക് വരുത്തി തീർക്കുന്ന സുഖമാണ്. ആ ഐന്ദ്രിയകമായിരിക്കുന്ന സുഖമുണ്ടല്ലോ രാജാവേ, ഇനി പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്വർഗേ നരകയേവച. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പ്രസ്താവന വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോയെന്ന്. എന്താ അത്? സ്വർഗേ നരകയേവച. സ്വർഗത്തിലും നരകത്തിലും ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്ന സുഖം ഉണ്ട് എന്നാണ് പറയുന്നത്. ആരെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമോ നരകത്തിലും സുഖമുണ്ടെന്ന്? ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിപ്ലവാത്മകമായിരിക്കുന്ന അവതരണം. ഇതാരാ പറയുന്നത്? കൃഷ്ണനാണ്. ആരോട്? ഉദ്ധവനോട്. ആരെ ഉദ്ധരിച്ചുകൊണ്ട്? യദുചക്രവർത്തി, കൃഷ്ണൻ്റെ തന്നെ പൂർവികനാണ്. ആ യദുചക്രവർത്തി അവധൂതനെ കണ്ട് സംസാരിച്ച ആ രംഗം അവതരിപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് സ്വർഗത്തിലും നരകത്തിലും ഐന്ദ്രിയമായിരിക്കുന്ന സുഖമുണ്ട് എന്ന്. നിങ്ങൾ ആർക്കെങ്കിലും വിഭാവനം ചെയ്യാൻ പറ്റുമോ? നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നത്? വല്ല എണ്ണയിലോ അടുപ്പത്തോ ഇട്ടങ്ങനെ വറക്കുന്ന നമ്മുടെ വിചാരം. അവിടെ ദുഃഖം നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലം അനുഭവിക്കാനായി പോകുന്ന ഒരു സ്ഥലമാണ് നരകം എന്നാണ് എല്ലാവരുടെയും വിചാരം. അവിടെ എങ്ങനെയാണ് സുഖം ഉണ്ടാവുക? ഭാഗവതം അതാണ് വിപ്ലവാത്മകമായി പറയുന്നു. ലോകം എവിടെയൊക്കെ ഉണ്ടോ, വിശ്വത്തിൻ്റെ അതിർത്തി ഉണ്ടെങ്കിൽ അതിൽ പെട്ടതിൽ എല്ലാ സ്ഥലത്തും ഇവിടെ മനുഷ്യജന്മത്തിൽ നമുക്ക് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെ വർധനയും വിവരണവുമാണ് അവിടെയൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അനുഭവിക്കാത്തൊരു സംഗതി നിങ്ങൾ ഒരു സ്ഥലത്തും അനുഭവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. സ്വർഗത്തിൽ പോയാലും കിട്ടില്ല. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച. ഇവിടെ നമുക്ക് സുഖമില്ലേ? സുഖമുണ്ടല്ലോ. പിന്നെ സ്വർഗത്തിൽ പോയാലോ കൂടുതൽ എന്താ ഉണ്ടാവുക? അപ്പം ഐന്ദ്രിയമായിരിക്കുന്ന ആ സുഖം സ്വർഗത്തിലും നരകത്തിലും ഉണ്ട്. ദേഹിനാം യഥാ ദുഃഖം. എങ്ങനെയാണ് ഈ സുഖം ഉണ്ടാകുന്നത്? എങ്ങനെ ദുഃഖമുണ്ടാകുന്നുവോ അതുപോലെ തന്നെ സുഖം. ദുഃഖം നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാൽ അനുഭവിക്കേണ്ടി വരാറില്ലേ? ഉവ്വ്. അതാവും കൂടുതൽ. അപ്പം നമ്മൾ വേണ്ട എന്ന് വിചാരിക്കുന്നതും പ്രയത്നിക്കാതെ ഇരിക്കുന്നതും എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നില്ലയോ അതും. അങ്ങനെയുള്ള ആ ദുഃഖം എങ്ങനെയാണോ നമുക്ക് അനായാസേന തള്ളിക്കളയാൻ പറ്റാതെ അനിവാര്യമായി വന്നു ചേരുന്നത്, ഒഴിച്ചുകൂടാത്തതായി, അതേപോലെ സുഖവും വരും. അപ്പം പിന്നെ മനുഷ്യന് എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്? ആലോചിച്ച് നോക്കൂ. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധഃ. അതിനാൽ ദുഃഖത്തിന് വേണ്ടി എങ്ങനെ പരിശ്രമിക്കാതെ ഇരിക്കുന്നുവോ അതുപോലെ കയ്യും വീശി സുഖത്തിന് വേണ്ടി പരിശ്രമിക്കാതെ ഇരുന്നോളൂ. പരിശ്രമിച്ചത് കൊണ്ട് അത് കൂടുതലുണ്ടാവാൻ പോകുന്നില്ല. പരിശ്രമിക്കാത്തത് കൊണ്ട് അത് വരാതെ ഇരിക്കാനും പോകുന്നില്ല. ഏതുപോലെ? ദുഃഖത്തെ പോലെ. ആർക്കെങ്കിലും ദുഃഖമുഷ്ടമാണോ? അല്ല. എന്നാൽ അനുഭവിക്കേണ്ടി വരുന്നില്ലേ? ഉവ്വ്. അതുപോലെ തന്നെയാണ് സുഖവും. ഇത് രണ്ടിൽ ഒരു ഭാവവ്യത്യാസങ്ങളുമില്ല. ദുഃഖത്തിൻ്റെ അഭാവമാണ് സുഖം, സുഖത്തിൻ്റെ അഭാവമാണ് ദുഃഖം. വെളിച്ചമില്ലാത്തപ്പോഴാണ് ഇരുട്ടില്ലാത്തപ്പോഴാണ് വെളിച്ചം. ഒന്നിലോ വെളിച്ചത്തെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇരുട്ട് എന്ന് ചിത്രീകരിക്കാം, ഇരുട്ടിനെയോ ഏറ്റവും കുറഞ്ഞ വെളിച്ചം എന്ന് ചിത്രീകരിക്കാം. അതുപോലെ ദുഃഖമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദുഃഖം സുഖം, അല്ല സുഖമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സുഖം ദുഃഖം. അങ്ങനെ രണ്ടില്ല, ഒന്ന് തന്നെയാണ്. ആ ഒന്നിൻ്റെ വർദ്ധിത രൂപമോ ചുരുങ്ങിയ രൂപമോ ആണ്, അല്ലാതെ രണ്ടില്ല. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധഃ. ബുധഃ എന്നൊരു വാക്ക് പ്രയോഗിച്ചിവിടെ. എന്താ ഈ ബുധശബ്ദത്തിനർത്ഥം? ബോധമുള്ളവൻ, ബുദ്ധിമാൻ, വിവേകമുള്ളവൻ, വിശേഷ ബുദ്ധിയുള്ളവൻ. കാര്യങ്ങളുടെ ഗുണദോഷം വിചിന്തനം ചെയ്ത് തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ എല്ലാ വിഷയങ്ങളെയും പരിശോധിച്ച് സമഗ്രമായി വിചിന്തനം ചെയ്ത് ചികഞ്ഞു നോക്കി അതിൽ നിന്നുള്ള നല്ലതും ചീത്തയും ഉമിയും അരിയും തമ്മിൽ വേറെടുത്തുന്നത് പോലെ അങ്ങനെ വേറെടുത്താൻ പ്രാപ്തിയുള്ളവനാണ് ബുധൻ, ആ മനുഷ്യൻ. ദേഹിനാം യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധഃ.
അതിനുവേണ്ടി ഇച്ഛിക്കരുത്, പണിപ്പെടരുത്. നാം വാഴുന്ന സമയത്ത് നമുക്ക് സുഖമുണ്ടായിക്കോളും. നാം വാഴുന്ന സമയത്ത് നമുക്ക് ദുഃഖം ഇല്ലാതെയാക്കാനും പറ്റില്ല. ഈ സുഖദുഃഖങ്ങൾ തന്നെയാണ് നാം പോകുന്നിടത്തൊക്കെ നമുക്കുണ്ടാകുന്നത്. ചിലർക്കൊക്കെ അഭിപ്രായമുണ്ട്, ശരീരം വിട്ട് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തോടു കൂടി പോകണമെന്ന്. അത് ശരിയാണെന്ന് ഭൂമാനന്ദ സ്വാമിജി പറയുന്നില്ല. ആ സങ്കല്പത്തിൽ തിരുത്ത ആവശ്യമുണ്ട്. അതെവിടെ ഇരിക്കട്ടെ. സൂക്ഷ്മ ശരീരത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിലും ആ സൂക്ഷ്മ ശരീരത്തിനുണ്ടാവുമല്ലോ കണ്ണും മൂക്കുമെല്ലാം. ആ കണ്ണും മൂക്കുമെല്ലാം ഉള്ളത് കൊണ്ട് ഇന്ദ്രിയങ്ങളായി. അപ്പം ഐന്ദ്രിയമായ സുഖദുഃഖങ്ങൾ അവിടെ സഹജമായി നമുക്ക് കിട്ടിക്കോളും. അത് വിചാരിച്ചിട്ട് പറയാണ്. എന്താ പറയണത്? സുഖം ഐന്ദ്രിയകം. ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത്? സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖം അയത്നതഃ. പ്രഹ്ലാദൻ കൊടുക്കുന്ന ഉപദേശമുണ്ട് കുട്ടികൾക്ക്, സഹപാഠികൾക്ക്. അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രായം ചെന്നവൻ യദുചക്രവർത്തി, അദ്ദേഹം അവധൂതനോട് ചോദിക്കുകയാണ്. അവധൂതൻ എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ കൊച്ചുകുട്ടിയാ, 7 വയസ്സേ പ്രായമുള്ളൂ. അവധൂതൻ ഒരു പക്ഷേ 50, 60, 70 വയസ്സായിട്ടുണ്ടാവും. ജീവിതാനുഭവങ്ങൾ കൂടുതലാണ്. വലിയ സാധന ചെയ്ത് സിദ്ധി വന്നിട്ടുള്ളവനാണ്, മഹാത്മാവാണ്. ആ മഹാത്മാവിന് പ്രായം ചെന്ന അനുഭവ സമ്പന്നനായിരിക്കുന്ന യദുചക്രവർത്തിയെ നോക്കി പറയാനുള്ളതും ഈ പ്രഹ്ലാദൻ പറഞ്ഞത് തന്നെയാണ്. പ്രഹ്ലാദന്റെ വാക്കെന്താ? സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖം അയത്നതഃ. ദുഃഖം എങ്ങനെയോ അയത്നതഃ, യത്നം ചെയ്യാതെ ദേഹികൾക്ക് കിട്ടുന്നത്. അതേമാതിരി സുഖം ഐന്ദ്രിയകം ദൈത്യാഹ, അസുരപുത്രന്മാരെ, അസുരസന്താനങ്ങളെ സുഖവും അതേമാതിരിയുള്ളത്. എങ്ങനത്തെ സുഖം? ഐന്ദ്രിയ സുഖം. ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത്. ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ. എന്താണത്? സങ്കീർണവും അനന്തവും വൈവിധ്യ ബഹുലവുമായിരിക്കുന്ന ഈ വിശ്വകോശത്തെ വേണ്ടതുപോലെ ഒരു കോട്ടവും കുറവും കൂടാതെ ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കാതെ ഭദ്രമായി സൂക്ഷിക്കുന്നതായ ആ വിശേഷപ്പെട്ട അചിന്ത്യ ശക്തി, അതിനാണ് ദൈവം എന്ന് പേര്. ആ ദൈവത്തിൻ്റെ സങ്കല്പത്താലോ പ്രേരണയാലോ അദ്ദേഹത്തിൻ്റെ ഇച്ഛയാലോ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ. ദേഹികൾ, ദേഹമുള്ളവർക്കെല്ലാം ആ ദേഹം എന്ന് പറയുന്ന ഒരു യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച. പാഞ്ചഭൗതികമാണല്ലോ ഈ ദേഹം. ആ ദേഹത്തോടു കൂടി സംബന്ധപ്പെട്ടു. ഏതുപോലെ? ദേഹമുള്ളവർ വസ്ത്രം ധരിക്കുന്നുണ്ട്. അപ്പോൾ വസ്ത്രവുമായി നമുക്കൊരു യോഗമുണ്ട്, ഒരു കൂടിച്ചേർച്ച. അതുപോലെ ഈ ദേഹത്തോടു കൂടി ജീവന് കൂടിച്ചേർച്ച വരുന്നത് നിമിത്തം തന്നെത്താനെ ദൈവേച്ഛയാൽ, ദൈവസങ്കല്പത്താൽ, ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ക്രമങ്ങളാലും നിയമങ്ങളാലും നമുക്ക് സുഖം ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല ഉണ്ടാവണം. അതുകൊണ്ട് എന്ത് വേണം? അതിനു വേണ്ടി യഥാ ദുഃഖം അയത്നതഃ. ഇതിന് സംശയം തോന്നിയാൽ ഉടനെ ചോദിച്ചോളൂ. ദുഃഖത്തിന് വേണ്ടി ഞാൻ പണിപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാ ദുഃഖം ഉണ്ടാവുന്നില്ലേ? ഉവ്വ്. അതേപോലെ പണിപ്പെടാതെ തന്നെ ദുഃഖത്തിൻ്റെ അഭാവം എന്ന് പറയുന്ന സുഖവും എനിക്ക് ഉണ്ടായിക്കോളും. ഈ ഉറപ്പിൽ നിങ്ങൾ അങ്ങോട്ട് ഇരിക്കണം. അപ്പം ആ കൊച്ചുകുട്ടി പ്രഹ്ലാദൻ, അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ മുഖത്തിലൂടെ വേദവ്യാസ മഹർഷി 7-ാം സ്കന്ധത്തിൽ പറഞ്ഞുല്ലോ. അത് തന്നെയാണ് ഇവിടെ 11-ാം സ്കന്ധത്തിൽ കൃഷ്ണപരമാത്മാവിൻ്റെ മുഖത്തിലൂടെ ഉദ്ധവനെ നോക്കി വേദവ്യാസ മഹർഷി പറയുന്നത്. അപ്പം ഭാഗവതത്തിൻ്റെ ഭാഷ ഒന്നാണ്. അത് അവതരിപ്പിക്കുന്ന മൂല്യം 2അല്ല, സിദ്ധാന്തം 2അല്ല, തത്വം 2അല്ല, ഒറ്റ സംഗതിയാണത്. അന്തഃസുഖത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഭാഗവത ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം എന്നിട്ട് അജഗരനെ പറ്റി പറയാനുള്ള മുഖവുരയായിരുന്നു ഇത്. എന്നിട്ട് പറയാ, ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ യദൃച്ഛയൈവാപതിതം ഗ്രസേത് ആജഗരോ അക്രിയ. ഇതാരായി പറയുന്നത്? അവധൂതൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു സന്യാസിയല്ല. ഞങ്ങളൊക്കെ ഒരു ആശ്രമത്തിൽ ഒരു പക്ഷേ നമ്മൾ കെട്ടിയുണ്ടാക്കിയത്, അല്ലെങ്കിൽ വല്ലവരും ഉണ്ടാക്കിയത്, പൂർവികന്മാർ. ആ ആശ്രമത്തിൽ സാധാരണ ജനങ്ങളെ, വരുന്നവരെ സ്വാഗതം ചെയ്യാനുള്ള സൗകര്യങ്ങളോട് കൂടിയിരിക്കുന്നവരാണ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ആശ്രമത്തിൽ, നാരായണാശ്രമ തപോവനത്തിൽ ആദ്യകാലത്ത് ഞാൻ 1-2 ആൾക്കാരോട് കൂടിയിട്ടാണ് ജീവിച്ചത്. ഒരു ചെറിയ കുടിൽ കുത്തിയിട്ടാണ് കഴിഞ്ഞത്. അങ്ങനെയാണല്ലോ ഉദ്ദേശം, അങ്ങനെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ബംഗളൂരിൽ നിന്ന് ഒരു ദമ്പതികൾ വന്നു, മാർവാടികൾ. അവർ വന്നപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന മുറി അവർക്ക് ഒഴിവാക്കി കൊടുത്ത് അപ്പുറത്തങ്ങോട്ട് മാറി. അതായിരുന്നു ഇവിടുത്തെ സ്ഥിതി. അവർ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ല. ഇവിടെ അതിഥികളായി ചില ഭക്തന്മാരോ ജിജ്ഞാസുക്കളോ വരുന്നുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടാണ് ആദ്യത്തെ ഗസ്റ്റ് ഹൗസ്, അതിഥി മന്ദിരം ഞങ്ങൾ ഉണ്ടാക്കിയത്.
അതങ്ങനെ അല്പം കൂടി കുറഞ്ഞിങ്ങനെ ഇപ്പോൾ ഒരേ സമയത്ത് 50 ആളോ 30 ആളോ 25 ആളോ ഒക്കെ താമസിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. അവധൂതന്മാരോ ഒന്നുമില്ല. ഇത് യാതൊന്നുമില്ല. അവർക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല, പാർപ്പിടമില്ല. അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും, കുത്തഴിഞ്ഞ് നടക്കുക. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കും, എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കിടക്കും. അങ്ങനെയുള്ളവരാണ് അവധൂതന്മാർ. ആ അവധൂത വൃത്തിയിൽ എവിടം വരെ വേണമെങ്കിൽ പോകാം. അതൊക്കെ ഞാൻ കുറച്ച് ചിത്രീകരിച്ചു. ഞാൻ ചിത്രീകരിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കേട്ടിട്ട് മനുഷ്യർക്ക് വിഷമാവോ പേടിയാവോ എന്ന്. പക്ഷെ ഓരോരുത്തരും ഇവിടെ വന്ന് പറയുക, സ്വാമിജി ആ അവധൂതനെ പറ്റി സ്വാമിജി ചിത്രീകരിച്ചില്ലേ? ആ ചിത്രീകരണം കേട്ടപ്പോൾ എനിക്കൊരു അവധൂതനാവണമെന്ന് തോന്നിയെന്നാ പറയുന്ന ഒരാൾ. അപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വിഷമല്ലേ? വളരെയധികം ഒരു തെളിച്ചവും ഒരു ദിശയുമാണ് മനസ്സിലുദിക്കുന്നത്. നമ്മളിങ്ങനെ കെട്ടിപ്പുലുകുന്നതായ പല കാര്യങ്ങളും ഉണ്ടല്ലോ, ബന്ധുബാന്ധവന്മാർ, ഗൃഹം, പണം എന്നിങ്ങനെ പറഞ്ഞ് പല സംഗതികളും. ഇതൊന്നും നശിക്കുന്നതും ക്ഷണികവുമായതിനാൽ ഇതിനെയെല്ലാം നാം കെട്ടിപ്പുണരേണ്ടത്. നമുക്ക് പുണരാനുള്ളത് അന്തരാത്മാവാണ് എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങളിൽ ഉണ്ടാവണു. അവധൂത വൃത്തി എന്നൊരു വൃത്തി ഉണ്ടല്ലോ, ഞങ്ങൾക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അനുവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും അവധൂതന്മാരായി ജീവിക്കുന്നവർ ഈ ഭാരതഭൂമിയിൽ, പുണ്യഭൂമിയിൽ കുറെയെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വലിയ ഒരു ഇൻസ്പിറേഷൻ, ഒരു ആവേശം, ഒരു ഉത്തേജനം, ഒരു ഉത്സാഹം, ഒരു ഊക്കും ഒരു ഉണർവും ഒക്കെയാണ് ഉണ്ടായത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുകയാണ്, എന്താ? ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ യദൃച്ഛയൈവാപതിതം ഗ്രസേത് ആജഗരോ അക്രിയ. രാജാവേ, ചക്രവർത്തി, അങ്ങ് എന്നോട് ചോദിച്ചില്ലേ, പടുവേനലിൽ പോലും ഒരു കൊമ്പനാന തണുത്ത വെള്ളത്തോടു കൂടി ഒഴുകുന്ന ഗംഗാനദിയിൽ എങ്ങനെയാണോ മുതുവരെ മുങ്ങി അങ്ങനെ ഇരിക്കണത്, അതേപോലെ അങ്ങ് നിർബാധിതനായി പരമസന്തോഷഭരിതനായി എല്ലാവരെയും വീർപ്പുമുട്ടിക്കുന്ന ഈ ലോകത്തിൽ എങ്ങനെയാ കഴിഞ്ഞുകൂടുന്നത് എന്ന് ചോദിച്ചില്ലേ? ആ ചോദിച്ചതിൻ്റെ പിന്നിൽ ഒരു ജീവിത വൃത്തിയുണ്ട് എനിക്ക്. എന്താ ആ ജീവിത വൃത്തി? യാദൃച്ഛികമായി ജീവിക്കുക എന്നുള്ളത്. ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ. ഗ്രാസം എന്ന് പറഞ്ഞാൽ നാം ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയുക? ഒരു ഉരുള എന്ന് പറയും. അത് കയ്യിലുള്ളതാ. വായിലിട്ട് കഴിഞ്ഞാൽ അതൊരു കവളമായി, ഒരു കവിൾ. അപ്പോൾ വായിലിട്ട ഒരു കവിൾ ഭക്ഷണമാണ്. ആ കവിളിലിട്ട് എത്ര ധരിക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ, അതിനാണ് ഗ്രാസം, കവളം എന്ന് പറയുന്നത്. ആ കവളം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ. അത് വളരെ സ്വാദുള്ളതാണെന്നിരിക്കട്ടെ, സ്വാദിഷ്ടമാണ്. വിരസം, അത്ര വലിയ രുചിയില്ല. എന്താ അങ്ങനെ പറയുന്നത്? അവധൂതൻ സ്വയം വെച്ച് കഴിക്കില്ല. അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളും ഇല്ല ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ. ഇങ്ങനെ നടക്കുമ്പോൾ പല സ്ഥലത്തിലും പലതരത്തിലും പല ഭാഗങ്ങളിലൊക്കെയാണ്. അങ്ങനെയാണ്. ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് എപ്പോഴെങ്കിലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. എന്ത്? പരിവ്രാജകനായി പോകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ അങ്ങനെ നടന്ന് പരവശനായിരിക്കുമ്പോൾ ഒരു കിണറുണ്ടായിരുന്നു, അവിടെ കുളിച്ചു, അങ്ങനെ ഇരിക്കുക. അപ്പോൾ അയൽവക്കത്തുനിന്ന് ഒരു സ്ത്രീ വന്ന്, ഷാമി നിങ്ങൾ പോകാതുങ്കോ, എங்கள் വീട്ടുക്ക് വാരുങ്കോ, ഞാൻ ശാദം പോടുறேன், സ്വാമിജി പോകരുത് ഇവിടുന്ന്, ഭക്ഷണം കഴിക്കാൻ ഞാൻ വന്ന് വിളിക്കാൻ വരൂ, ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ പറഞ്ഞു. ആന്നും പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് അവർ വിളിച്ചുകൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തന്നു. എത്ര സ്നേഹത്തോടും ഭക്തിയോടും ആദരവോടും കൂടിയിട്ടാണ് തന്നതെന്നറിയോ? അപ്പോൾ വിളമ്പിയത് എന്താ? വെളുത്ത ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് വിളമ്പിയിരിക്കുക. അത് വിളമ്പിയ പിന്നെ എനിക്ക് അറിഞ്ഞുള്ളൂ, അത് ആ ചോറിൻ്റെ ഒത്ത നടുവിലാണ് കൊണ്ട് വിളമ്പിയത്. എന്തെന്നാ പറയുക? ഞാൻ കുറച്ചങ്ങോട്ട് എടുത്ത് നോക്കിയപ്പോൾ വെളുത്ത ഉള്ളിയാണ്. ഞാനാണെങ്കിൽ അത് ജന്മജന്മങ്ങൾക്ക് തൊടാത്തൊരു സാധനമാണ്. ഒരക്ഷരം മിണ്ടിയില്ല. കുറേയൊക്കെ എടുത്ത് മാറ്റി വെച്ച് അവരെ കാണിച്ചുകൊണ്ട് ഒരു സ്വല്പം എടുത്ത് കണ്ട് വിഴിഞ്ഞു. പക്ഷേ അത് രുചിയുണ്ടായിരുന്നോ, മനസ്സിനിഷ്ടപ്പെട്ടോ, രണ്ടുമില്ല. എന്നാലും ബാക്കിയുള്ളതൊക്കെ നീക്കി വെച്ച് അവരെ മുഷിപ്പിക്കരുതെന്ന് പറഞ്ഞ് ബാക്കി എന്തോ കഴിച്ചു പോയി. അപ്പം നമുക്ക് കിട്ടുന്നത് സുമൃഷ്ടമാവാം, സ്വാദിഷ്ടമാവാം, വിരസമാവാം, രസമില്ലാത്തതും ആവാം. അങ്ങനെ ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ. ചില ദിക്കിൽ പോയാൽ സുഭിക്ഷമായിട്ട് വിളമ്പിത്തരും അവർ. പിന്നെ ചില സ്ഥലത്തോ അത്ര ഉണ്ടായിന്ന് വരില്ല. എന്താ? ഭക്തി എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. ദരിദ്രനായിരിക്കുന്നവൻ, ആ ദരിദ്രനാണ് വാസ്തവത്തിൽ കൂടുതൽ ഈശ്വരഭക്തി. കൃഷ്ണൻ പറയുണ്ടായല്ലോ, നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഹ. നിഷ്കിഞ്ചനന്മാരാണ് എന്നെപ്പോലെയുള്ളവർ. എന്താ? നിഷ്കിഞ്ചനന്മാർക്കേ എന്നെ പിടിക്കുള്ളൂ. കയ്യിൽ പണവും സൗകര്യവും ഉള്ളവരാരും തലകുമ്പിടിപ്പിച്ച് ഈശ്വരനെ വണങ്ങും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് ആ പണമാണ്. ഒരു ഭാഗത്ത് പണം, ഒരു ഭാഗത്ത് ഈശ്വരൻ. ഇത് രണ്ടും കൂടി തൂക്കിയാൽ പണക്കാർക്ക് പണത്തിനോടാണ് സ്നേഹവും വാത്സല്യവും ആഭിമുഖ്യവും കൂടുതൽ. അങ്ങനെയുള്ളവരുടെ ഭക്തി എത്ര ഭക്തി ഉണ്ടാവും? പണമില്ലാത്തവന് ആ തടസ്സമില്ല. കയ്യിലോ പണമില്ല,
ഇനി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഈശ്വരനോട് വലിയ ശരണാഗതിയാണ് ഈശ്വരനിൽ ആഭിമുഖ്യവും. അങ്ങനെയുള്ളവരാ. കയ്യിൽ അത്ര വലിയ പണവും കാശും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് കവിഞ്ഞ ഭക്തി ഉണ്ടാവും. അവരും ഈ സന്യാസിയെ സ്വാഗതം ചെയ്യേ അല്ല അവിടെ ചെന്ന് ഭക്ഷണം കൊടുക്കുകയോ ചെയ്യാം. അവർ കൊടുക്കുന്ന സമയത്ത് അവരുടെ തോതിനും സൗകര്യത്തിനും അനുസരിച്ച ഭക്ഷണമാണല്ലോ തയ്യാറാക്കുക. അതിൽ പരമാവധി തയ്യാറാക്കിയിരിക്കാം. അങ്ങനെ അവർ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ രുചിയും അവരുടെ സൗകര്യവും നോക്കിയിട്ടാണ് കൊടുക്കുക. എനിക്ക് ഭക്ഷണം തന്ന ആൾ സ്വാമിജിക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വെളുത്ത ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് തന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിരുന്ന് സത്കാരം. പക്ഷെ വിരുന്നുകാരൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാം. അങ്ങനെ ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ. അത് വയറ് നിറയാൻ സുഭിക്ഷമായിട്ട് കിട്ടിയെന്ന് വരാം. ഒരു സ്ഥലത്ത് പായസം വിളമ്പിയപ്പോൾ പായസത്തിന് നല്ല രുചിയുണ്ട്. അപ്പോൾ പിന്നെ ഒരാൾ കുറച്ചും കൂടിയും കിട്ടിയാൽ കൊള്ളാമെന്നായി. പക്ഷെ അവിടെ ഇല്ല കൊടുക്കാൻ. അങ്ങനെയും വരാമല്ലോ, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സുഭിക്ഷമായി കിട്ടിയെന്ന് വരാം. സ്തോകമേവ, വളരെ അല്പമായി, പകുതി വയറ്, കാൽ വയറിനെ ഭക്ഷണം കിട്ടിയുള്ളൂ. അങ്ങനെയും വരാം. അങ്ങനെ എന്ത് വന്നാലും എതിർച്ഛയൈവാപതിതം, എതിർച്ഛയ ഏവ ആപതിതം. എന്താ അതിനർത്ഥം? എതിർച്ഛയ വരുന്നതാണ്. ഒരാൾ നമുക്ക് ഭക്ഷണം തന്നു എന്നുള്ളത് ശരി, പക്ഷെ ആ ആളും തന്നതും ഭക്ഷണവും ഒക്കെ ഈ ലോകത്തിലുള്ള യാദൃച്ഛികമായി പ്രവർത്തിക്കുന്ന ഒരു വിശേഷമുണ്ട്. ആ യാദൃച്ഛികതയിൽപ്പെട്ടതാണ്. അപ്പം എതിർച്ഛയ ഇന്ന് കിട്ടിയത് നന്നായി, ഇന്ന് കിട്ടിയത് അല്പം കുറവായി, അങ്ങനെ യാദൃച്ഛികമായി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ് ആര് തന്നോ അവരെ പറ്റി വിചാരിക്കരുത്. അയാളെ പിശുക്കനാ, എനിക്ക് വേണ്ടത്ര ഭക്ഷണം തന്നില്ല എന്ന് വിചാരിക്കരുത്. അയാൾക്കൊരു പിശുക്കുമില്ല, ഒന്നുമില്ല. അയാളുടെ കയ്യിലുള്ളത് തന്നു. ഒരു പക്ഷേ സുഭിക്ഷമായി തന്നു, തനിക്ക് പോലും വയ്ക്കാതെ തന്നതാവും. ഇതൊക്കെ അവധൂതൻ അകത്ത് കിടന്ന് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എങ്ങനെയായാലും എതിർച്ഛയാ വന്നു ചേർന്നതാണ് എന്ന് വിചാരിച്ച് ഗ്രസേത് ആജഗരോ അക്രിയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഗ്രസേത്, അതിനെ സ്വീകരിക്കണം വേണ്ടതുപോലെ. ആജഗരോ അക്രിയ, മലമ്പാമ്പ് എങ്ങനെയോ അതുപോലെ. അക്രിയ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ. ഇയാൾ തന്നത് ശരിയായില്ല, വയറ് നിറഞ്ഞൂല്ല, നാവിന് രുചിയില്ല. അപ്പം നാളെ മുതൽക്ക് ഞാൻ തന്നെ തെണ്ടി നടന്ന് വല്ലതൊക്കെ ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനും രുചിക്കും സുഭിക്ഷമായിട്ട് കഴിക്കാനാ പോണേ എന്നുള്ള തീരുമാനമൊന്നും എടുക്കരുത്. മലമ്പാമ്പ് എങ്ങനെയാ? മിണ്ടാതെ കിടക്കും. മഹാഭാവം. അതിന് സ്പീഡായിട്ട് ഓടാനൊന്നും പറ്റില്ല. സാധാരണ ഒരു പാമ്പാണെങ്കിൽ ഒരു എലിയെ കണ്ടു, ആ എലിയെ കാണുമ്പോൾ എലിയെ പിന്തുടർന്ന് ഓടും. അപ്പോൾ എലി ഓടുമ്പോൾ എലി ഓടും. സാധാരണ ഈ സിമൻ്റ് ഇട്ട നിലത്തിലൊന്നും സാധാരണ പാമ്പുകൾക്ക് ഇങ്ങനെ ഇഴഞ്ഞു പോകാൻ പറ്റില്ല, മിനുസം കൂടുതലാണ്. എന്നാലും ചില സന്ദർഭത്തിൽ നമ്മുടെ വീടുകളുടെ ഉള്ളിൽ ഒരു പാമ്പിനെയൊക്കെ കണ്ടു എന്ന് വരാം. അപ്പോൾ എങ്ങനെയാ ഈ പാമ്പ് അകത്ത് വന്നതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും, പറയാറുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ പഴയ കാലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാമൻകുട്ടി ഉണ്ടായിരുന്നു. അനുഭവസമ്പന്നനാണ്. എനിക്ക് സംസാരിക്കാനും എന്നോട് സംസാരിക്കാനും പറ്റിയ ഒരാളാണ്. ആ രാമൻകുട്ടി ഉള്ളിടത്തോളം കാലം എൻ്റെ അടുത്ത് ഒരു തരത്തിലും ഒരു മുഷിപ്പുണ്ടാവത്തക്ക വിധത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അത്ര സഭ്യതയുള്ള ഒരാളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാമൻകുട്ടിയെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വയ്ക്കും. നാരായണാശ്രമ തപോവനം എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ ചെരുവാണ്. അവിടെ നിരത്തിയിട്ടല്ലാതെ ഒരു ജോലി ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ തെങ്ങുണ്ട്, വാഴയുണ്ട്, വൃക്ഷങ്ങളുണ്ട്, പലതുമുണ്ട്. ഇതൊക്കെ നിരത്തി വെച്ചിരിക്കുക. ഇങ്ങനെ നിരത്തുന്നതിൽ നമ്മുടെ രാമൻകുട്ടിക്ക് വലിയൊരു പങ്കാണ്. ആ രാമൻകുട്ടി ഇവിടെ നിന്ന് ജോലി നിർത്തിപ്പോയി, വയ്യാണ്ട് ഒരു ഹൃദയരോഗമായി അവസാനം മരിച്ചുപോയി. അദ്ദേഹം പോയതിന് ശേഷം ഇവിടെ നിരത്തുപണി ഒന്നും നടന്നിട്ടില്ല. ഏതാണ്ട് 90% മുഴുവനാക്കിയിട്ടാണ് രാമൻകുട്ടി പോയത്. എന്തിനാ ഞാനിത് പറയണതെന്നറിയോ? ഇടയ്ക്ക് ഇങ്ങനെ പാമ്പിനെ കാണുമ്പോൾ ചോദിക്കും. അപ്പം രാമൻകുട്ടി പറയേ, നോക്കൂ സ്വാമിജി, ഈ എലിയെ പിടിക്കാനായിട്ട് പാമ്പ് വരും. അങ്ങനെ എലി ഓടി നമ്മുടെ അകത്തേക്ക് കയറുമ്പോൾ ആ മൂച്ചിൽ ഈ പാമ്പ് ഓടി അങ്ങോട്ട് വരണതാണ്. പക്ഷേ പാവം അതിന് തിരിച്ചു പോകാൻ പറ്റില്ല. ആ ഊക്കലിങ്ങനെ പ്രപ്രപ്രന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നു. തിരിച്ചു പോകുന്ന സമയത്ത് എലിയില്ല അവിടെ. അതുകൊണ്ട് അതിന് അങ്ങനെയുള്ള ഒരു ത്വരിതഗതിയിലുള്ള ഗമനം പറ്റാണ്ട് വരുന്നു. അങ്ങനെ ഒരു വിഷമമുണ്ട്. അത് ഞാനിത് എന്തിനാ പറഞ്ഞത്? സാധാരണ പാമ്പുകളൊക്കെ നല്ലോണം ഓടും, അസലായിട്ട് ഓടും, ഇങ്ങനെ വളഞ്ഞു ഓടും. മലമ്പാമ്പിന് പാവം അത് പറ്റില്ല. അതിൻ്റെ ശരീരം വലിയ ഭാരിച്ചതാണ്, അതിന് നീങ്ങാൻ പറ്റില്ല. അപ്പോൾ മലമ്പാമ്പിൻ്റെ ജീവിതം എങ്ങനെയാണ്? മിണ്ടാതെ കിടക്കുന്നിടത്ത് കിടക്കുക. വല്ലതും അടുത്ത് വന്നാൽ വായ തുറന്ന അങ്ങോട്ട് വിഴുങ്ങും. ഇതേ ഉള്ളൂ. വേറെ മലമ്പാമ്പിന് ഒരാഹാരമില്ല. അതിൻ്റെ കയ്യിൽ ദൈവം കൊണ്ടു കൊടുക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനോഭാവനകളുണ്ടോ പ്രേക്ഷകരെ? അതോ നിങ്ങളിങ്ങനെ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി ശമ്പളം കിട്ടുന്നത്
ഇൻഷുറൻസ് പോളിസിയൊക്കെ എണ്ണി കണക്കാക്കി ജീവിക്കുന്നവരോ? ഈ മലമ്പാമ്പ് എന്നൊന്ന് ലോകത്തിലുണ്ടോ? നമ്മുടെ ഭൂമിയിൽ ഇല്ല എന്ന് പറയില്ലല്ലോ, ഉണ്ടല്ലോ. ആ മലമ്പാമ്പ് എങ്ങനെ കഴിഞ്ഞുകൂടുന്നു? അത് പ്രയത്നിച്ചിട്ടല്ല. അത് എങ്ങനെയാ? മറ്റുള്ള പാമ്പുകളെ പോലുമല്ല. എര തണ്ടാനായി അത് പോവില്ല, പോയി എര പിടിക്കാൻ അതിന് സാധിക്കില്ല. അത് ഇഴഞ്ഞങ്ങനെ പോവും. ആ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വായിൽ വല്ലതും വരുമ്പോൾ ഹപ്പ് എന്നൊരു മുഴുകല. ആ മലമ്പാമ്പ് ഇന്നും ഉണ്ടല്ലോ, ആ വർഗം. ഒരു മലമ്പാമ്പ് എത്രയോ കൊല്ലം മുമ്പ് ഉണ്ടായി നശിച്ചുപോയി എന്നല്ല, ഇപ്പോഴും ഉണ്ട് മലഞ്ചൂണ്ടി, മലമ്പാമ്പ് എന്ന് പറയുന്ന വർഗം. ആ മലമ്പാമ്പുകൾ ജീവിക്കുന്നത് ഇങ്ങനെയാണ്, അക്രിയന്മാരായിട്ടാണ്. ഒരു പ്രവൃത്തിയും ഭക്ഷണത്തിന് വേണ്ടി, ശരീരസന്ധാരണത്തിന് വേണ്ടി മലമ്പാമ്പ് ഒരിക്കലും എടുക്കാറില്ല. അനവധി ജീവജാലങ്ങളുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ ഞാൻ കാട്ടിലാണെങ്കിൽ കാട്ടിൽ, മൊന്തയിലാണെങ്കിൽ മൊന്തയിൽ കിടക്കും. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇഴഞ്ഞ് എൻ്റെ മുൻപിൽ വല്ലതും വന്നാൽ ചാടി അങ്ങോട്ട് വീഴുന്നു. ഇത്രയേ മലമ്പാമ്പിന് പറ്റുള്ളൂ. ഈ മലമ്പാമ്പിനെ കണ്ടിട്ടാണ് അവധൂത വൃത്തി എന്നൊരു വൃത്തി തന്നെ ഈ രാജ്യത്തിൽ രൂപപ്പെട്ടത്. നിങ്ങൾക്ക് പലതരത്തിലും ഈ ഇന്ത്യയെ വിലമതിക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭാരതഭൂമിയുടെ മഹത്വം എന്താണെന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം മുഴുവനും ഒരു തുറന്ന പുസ്തകമാണ് നമുക്ക്. ആ പുസ്തകത്തിൽ അനവധി ഏടുകളുണ്ട്, അനവധി വിവരണങ്ങളുണ്ട്, അനവധി വർണ്ണനകളുണ്ട്. സാധാരണ പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ എഴുതി ഉണ്ടാക്കിയതാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന രചന അങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ മുൻപിൽ ദൃശ്യങ്ങളും ശ്രവ്യങ്ങളുമായി പലതുമുണ്ട്. അതിൽ എഴുതണത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബുദ്ധിയാണ്. ആ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എഴുതി പഠിച്ചോളാം.